പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ സെമി ഫൈനൽ മത്സരങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ സെമി ഫൈനൽ മത്സരങ്ങളിൽ വിജയിക്കുന്ന റെസ്ലർ ആരൊക്കെയാണ്, ഫൈനലിൽ വിജയിക്കുന്ന റെസ്ലർ ആരൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ആദ്യ സെമി ഫൈനൽ നടക്കാൻ പോകുന്നത് മറ്റന്നാൾ നടക്കുന്ന ശനിയാഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലാണ്. സൂപ്പർ താരമായ റാൻഡി ഓർട്ടനും സാമി സെയിനും തമ്മിലുള്ള ആദ്യ സെമി ഫൈനൽ മത്സരം എന്ന് പറയുന്നത്. ഈ മത്സരത്തിൽ വിജയിക്കുന്ന റെസ്ലറിന് റോയിൽ നടക്കുന്ന സെമി ഫൈനലിലെ വിജയാർത്ഥിക്കെതിരെ കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മത്സരമായിട്ട് നൈറ്റ് ഓഫ് ചാമ്പ്യൻസിൽ ഒരു മത്സരം ലഭിക്കും. അപ്പോൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഈ രണ്ട് റെസ്ലേഴ്സിൻ്റെയും ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ 2024 കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിലേക്ക് എത്തിയതാണ് റാൻഡി ഓർട്ടൻ. അദ്ദേഹത്തിന് ഒരു വിജയം അകലെ മാത്രമാണ് ആ ഒരു ക്രൗൺ നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ സെമി ഫൈനലിൽ റാൻഡി ഓർട്ടന് വിജയസാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ മറുവശത്ത് വരുന്ന സാമി സെയിൻ്റെ സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല. സൗദി അറേബ്യയിൽ വെച്ചിട്ടാണ് നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന് പറയുന്ന ഇവൻറ്റ് നടക്കുന്നത് എന്നുള്ളതുകൊണ്ടും സൗദി അറേബ്യൻ ആരാധകർ സാമിക്ക് വലിയ സപ്പോർട്ട് എപ്പോഴും കൊടുക്കാറുള്ളത് കൊണ്ടും സാമിക്കും വിജയ സാധ്യതയുണ്ട്. പക്ഷേ എൻ്റെ പ്രൊഡിക്ഷനായി ഞാൻ പറയുന്നത് റാൻഡി ഓർട്ടൻ വിജയിച്ച് റാൻഡി ഓർട്ടൻ ഫൈനലിലേക്ക് യോഗ്യത നേടുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അതിന് മറ്റൊരു കാരണമുണ്ട്. അത് രണ്ടാമത്തെ സെമി ഫൈനൽ മത്സരമായ കോഡി റോഡ്സ് വേഴ്സസ് ജെ ഊസോ തമ്മിലുള്ള മത്സരത്തിൻ്റെ ഒരു കാരണമാണ്. കോഡി റോഡ്സ് വേഴ്സസ് ജെ ഊസോ ഈ മത്സരാർത്ഥികൾ അടുത്ത കൂട്ടുകാരാണ്. ഇവർ തമ്മിലാണ് രണ്ടാമത്തെ സെമി ഫൈനൽ മത്സരം ഇനി വരാൻ പോകുന്ന ചൊവ്വാഴ്ചത്തെ റോ എപ്പിസോഡിൽ കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ വിജയിക്കുന്ന റെസ്ലർ ആയിരിക്കും എൻ്റെ പ്രൊഡിക്ഷൻ പ്രകാരം റാൻഡി ഓർട്ടനെതിരെ ഫൈനലിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ പ്രൊഡിക്ഷൻ കോഡി റോഡ്സിന് ഒപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ റാൻഡി ഓർട്ടൻ്റെ തിരിച്ചുവരവിലെ ആദ്യ പ്രൊമോ സെഗ്മെൻറ്റിൽ തന്നെ കോഡിക്കെതിരെ വേണമെങ്കിലും താൻ നിൽക്കുമെന്നുള്ളത് റാൻഡി തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോഡി റോഡ്സ് വേഴ്സസ് റാൻഡി ഓർട്ടൻ ആ ഒരു സ്റ്റോറി എപ്പോഴും ആളുകൾക്ക് കാണാൻ ത്രില്ലിംഗ് ഉള്ളൊരു സ്റ്റോറിയായിരുന്നു. കോഡി റോഡ്സ് WWE തിരികെ വന്നതിന് ശേഷം, ചാമ്പ്യൻ ആയതിനു ശേഷം റാൻഡി ഓർട്ടനെതിരെയുള്ള ഒരു സ്റ്റോറിക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കാത്തിരുന്ന ആരാധകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മത്സരം അവർക്ക് നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മത്സരമായിട്ട് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ടൂർണമെൻറ്റിൽ കോഡി റോഡ്സ് വിജയിക്കുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ജോൺസണയുടെ കൈവശമുള്ള അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പിന് കോഡി റോഡ്സിന് സമ്മർ സ്ലാമിൽ ചലഞ്ച് പ്രഖ്യാപിക്കാനും സാധിക്കും. അപ്പോൾ കോഡി റോഡ്സ് തിരികെ വന്ന ഉടനെ തന്നെ അദ്ദേഹത്തിന് റീമാച്ച് പോലെ ഒരു അവസരം കൊടുക്കുന്നില്ല. മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ കോഡി റോഡ്സ് ജോൺസനെ പിൻ ചെയ്തു. കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റ് പോലെയുള്ള വലിയ ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മത്സരത്തിൽ വിജയിച്ച് കോഡി റോഡ്സ് ജോൺസണെതിരെ ചലഞ്ച് പ്രഖ്യാപിക്കുന്നു. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ അദ്ദേഹത്തിന് സമ്മർ സ്ലാമിലെ ജോൺസണെതിരെയുള്ള മത്സരം ചോദിച്ചു മേടിക്കാൻ പറ്റും. അങ്ങനെ സമ്മർ സ്ലാമിൽ വീണ്ടും പൊരുതി നേടി അദ്ദേഹത്തിന് ജോൺസണെതിരെ മത്സരിച്ച് വിജയിക്കാനും സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പോയിന്റിലേക്കായിരിക്കും മിക്കവാറും കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റ് പോകുന്നത് എന്നാണ് എൻ്റെ പ്രൊഡിക്ഷൻ. നിങ്ങളുടെ പ്രൊഡിക്ഷൻ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിനെ സംബന്ധിച്ചാണ്. ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ആദ്യ സെമി ഫൈനൽ മത്സരം നമുക്ക് ശനിയാഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ കാണാൻ സാധിക്കും. ജെഡ് കാർഗിൽ വേഴ്സസ് റോക്സിനി പെരസ് തമ്മിലുള്ള മത്സരമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ജെഡ് കാർഗിൽ വേഴ്സസ് റോക്സിനി പെരസ് തമ്മിലുള്ള മത്സരത്തിൽ എൻ്റെ ഒരു പ്രൊഡിക്ഷൻ ജെഡ് കാർഗിലിൻ്റെ ഒപ്പമാണ്. റോക്സിനി പെരസ് പരാജയപ്പെടാനുള്ള സാധ്യതകൾ വർദ്ധിച്ചത് ലിപ് മോർഗൻ്റെ ഇഞ്ചുറി, ലിപ് മോർഗന് സർജറി വേണ്ടി വരും എന്നുള്ള ഒരു വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നതിന് ശേഷമാണ്. അപ്പോൾ ജഡ്ജ്മെൻറ്റ് ഡേ എന്ന് പറയുന്ന ഫാക്ഷൻ്റെ ഉള്ളിലെ ലിപ് മോർഗൻ്റെ സ്പോട്ടുകൾ ചാമ്പ്യൻഷിപ്പ് വരെ ചിലപ്പോൾ റോക്സിനി പെരസിൻ്റെ കയ്യിലേക്ക് എത്തുന്ന ഒരു അപ്ഡേറ്റ് നമുക്ക് കാണാൻ സാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിന് കൂടുതൽ പ്രാധാന്യം റോക്സിനി പെരസിന് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എതിരാളിയായ ജെഡ് കാർഗിലിനെ അവർ ഫൈനലിലേക്ക് വിജയിപ്പിച്ച് കയറ്റുന്നതായിരിക്കും കാണാൻ സാധിക്കുക. രണ്ടാമത്തെ സെമി ഫൈനൽ മത്സരം നടക്കുന്നത് ചൊവ്വാഴ്ചത്തെ റോ എപ്പിസോഡിലാണ്. സൂപ്പർ താരങ്ങളായ ആസ്കയും അലക്സ ബ്ലിസുമാണ് ഏറ്റുമുട്ടുന്നത്. ഒരു ഗംഭീര മത്സരം പ്രതീക്ഷിക്കാം. രണ്ടു പേർക്കും തുല്യ പ്രാധാന്യമുണ്ട്. കാരണം അലക്സ ബ്ലിസ് കുറച്ച് നാളുകൾക്ക് മുൻപ് മാത്രമാണ് ആക്റ്റീവായിട്ടുള്ള ഒരു സ്റ്റോറി ലൈനിലേക്ക് കടന്നത്. ആസ്ക കഴിഞ്ഞ ആഴ്ചയിലാണ് റോ എപ്പിസോഡിലൂടെ WWE ഒരു വർഷത്തിലധികത്തിന് ശേഷമുള്ള ഒരു റിട്ടേൺ നടത്തിയത്. അപ്പോൾ അങ്ങനെ വലിയ പ്രാധാന്യമുള്ള രണ്ട് താരങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഇതിൽ എൻ്റെ ഒരു പ്രൊഡിക്ഷൻ ആസ്ക വിജയിക്കുമെന്നാണ്. അലക്സ ബ്ലിസ് പരാജയപ്പെടുന്നതിന് കാരണം ചിലപ്പോൾ മാത്രം ഷാർലറ്റ് ഫ്ലെയറിൻ്റെ ഒരു ഇടപെടൽ മൂലമായിരിക്കും. അലക്സ ബ്ലിസും ഷാർലറ്റും തമ്മിലുള്ള സ്റ്റോറി തന്നെയാണ് അലക്സ ബ്ലിസിൻ്റെതായി നെക്സ്റ്റ് മാച്ചായിട്ട് നടക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഷാർലറ്റിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരിക്കാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ പറയുന്നത്. ആസ്ക വേഴ്സസ് ജെഡ് കാർഗിൽ തമ്മിലുള്ള മത്സരം നടക്കുകയും അതിൽ ജെഡ് കാർഗിൽ വിജയിച്ചു കയറുന്നതും ജെഡ് കാർഗിൽ ക്വീൻ ഓഫ് ദ റിംഗ് ആയിട്ട് സമ്മർ സ്ലാമിൽ ചാമ്പ്യൻഷിപ്പിന്, അത് മിക്കവാറും ടിഫനി സ്ട്രാറ്റിൻ്റെ കൈവശമുള്ള ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യുന്നതും നമുക്ക് കാണാൻ സാധിച്ചേക്കാം. അവിടെയൊക്കെയാണ് നയോമി എന്ന് പറയുന്ന മിസ്സിസ് മണി ഇൻ ദ ബാങ്കിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എങ്ങനെ ആയിരിക്കും എന്നുള്ള ആ ഒരു പോയിന്റിലേക്ക് പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു പ്രൊഡിക്ഷൻ ജെഡ് കാർഗിൽ ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റ് വിജയിക്കുമെന്നാണ്.
നിങ്ങളുടെ പ്രഡിക്ഷൻ ആർക്കൊപ്പമാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ അപ്ഡേറ്റ് ബ്രയാൻ ഡാനിയൽസിൻ്റെ തിരിച്ചുവരവിനോട് അനുബന്ധിച്ചുള്ള പോസിറ്റീവ് അപ്ഡേറ്റ്സ് ആണ്. നമുക്കിന്നത്തെ AEW ഡൈനാമിക് എപ്പിസോഡ് ഗ്രാൻഡ് സ്ലാം മെക്സിക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ എപ്പിസോഡായിട്ടാണ് കാണാൻ സാധിച്ചത്. മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യത്ത് വെച്ചിട്ടായിരുന്നു ഈ ഒരു ഡൈനാമിക് എപ്പിസോഡ് നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ഡൈനാമിക് എപ്പിസോഡിൻ്റെ ടേപ്പിംഗ്സ് കാണുന്നതിന് ശേഷം റിംഗ് ഓഫ് ഹോണറും CMLL എന്ന് പറയുന്ന മെക്സിക്കൻ കമ്പനിയും തമ്മിലുള്ള ഒരു ടേപ്പിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം ബ്രയാൻ ഡാനിയൽസിൻ്റെ റിട്ടേൺ AEW നടത്തുകയുണ്ടായി. ബ്രയാൻ ഡാനിയൽസിൻ്റെ റിട്ടേൺ എന്ന് പറയുമ്പോൾ റിങ്ങിൽ കയറി ഫിസിക്കലായിട്ട് അദ്ദേഹം ഒരു റെസ്ലറിനെ ആക്രമിക്കുന്ന രീതിയിലുള്ള മൊമെൻറ്റ് കാണിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെയാണെങ്കിൽ ബ്രയാൻ ഡാനിയൽസിൻ്റെ ആരാധകർ കാത്തിരിക്കുന്ന ഒരു വമ്പൻ റിങ്ങിലേക്കുള്ള റിട്ടേൺ ഇനി വൈകാതെ AEWയിൽ കാണാൻ സാധിക്കും എന്നുള്ള ഒരു പോസിറ്റീവ് അപ്ഡേറ്റ്സ് ആണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ബ്രയാൻ ഡാനിയൽസിൻ്റെ മ്യൂസിക് പ്ലേ ആയത് തൊട്ട് ബ്രയാൻ ഡാനിയൽസൺ ആ ഒരു ഫിനിഷർ ഇടുന്നവരെ മെക്സിക്കൻ ആരാധകർ ബ്രയാൻ ഡാനിയൽസിന് കൊടുത്തൊരു സപ്പോർട്ടുണ്ട്. അത് വലിയൊരു സപ്പോർട്ടാണ്. സൂപ്പർ താരങ്ങൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു സപ്പോർട്ട് അത് ബ്രയാൻ ഡാനിയൽസൺ ഇന്ന് മെക്സിക്കോയിൽ കിട്ടി. അപ്പോൾ അമേരിക്കൻ ഓഡിയൻസ് മാത്രമല്ല ലോകമെമ്പാടുമുള്ള എല്ലാ ആരാധകരും ബ്രയാൻ ഡാനിയൽസൺ അഥവാ WWE സൂപ്പർ സ്റ്റാർ ആയിരുന്ന ഡാനിയൽ ബ്രയാൻ്റെ റിങ്ങിലേക്കുള്ള തിരിച്ചുവരവിന് കാത്തിരിക്കുകയാണ് എന്നുള്ളതിന് വലിയ തെളിവാണ് ഗ്രാൻഡ് സ്ലാം മെക്സിക്കോ എന്ന് പറയുന്ന ഇവൻറ്റിന് ശേഷം നമുക്കിന്ന് കാണാൻ സാധിച്ചത്. ബ്രയാൻ ഡാനിയൽസിൻ്റെ തിരിച്ചുവരവിനോട് അനുബന്ധിച്ചും ആ മൊമെൻറ്റ് കണ്ട കൂട്ടുകാരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. AEWൻ്റെ ഇന്ന് നടന്ന ഗ്രാൻഡ് സ്ലാം മെക്സിക്കോ എന്ന് പറയുന്ന സ്പെഷ്യൽ ഡൈനാമിക് എപ്പിസോഡിൽ MJF വേഴ്സസ് മിസ്റ്റിക്കോ എന്ന് പറയുന്ന റെസ്ലർ തമ്മിലുള്ള ഒരു മത്സരം കാണാൻ സാധിച്ചു. മിസ്റ്റിക്കോ എന്ന റെസ്ലർ മുൻ WWE താരമായിരുന്ന സിൻ കാര എന്ന റെസ്ലർ ആയിരുന്നു. കിടിലൻ മാച്ചായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. MJF എന്ന വില്ലൻ താരത്തിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കാവുമോ അതൊക്കെ തന്നെയാണ് മത്സരത്തിൽ കാണാൻ സാധിച്ചത്. MJF പരാജയപ്പെടുന്ന ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. അവിടെ MJFൻ്റെ നിലവിലെ മാനേജറായ MVP അദ്ദേഹത്തിൻ്റെ ഒരു ഡിസ്ട്രാക്ഷൻ അത് റെഫറിയുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുകയും MJF ടാപ്പ് ഔട്ട് ചെയ്യുന്നത് റെഫറി കാണാതിരിക്കുകയും ചെയ്തു. പിന്നീട് മത്സരം കണ്ടിന്യൂ ചെയ്തു. ഒരു ലോ ബ്ലോ ചെയ്തുകൊണ്ട് MJF തന്നെ മത്സരം ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ പരാജയപ്പെടുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അവിടം കൊണ്ട് MJF അവസാനിപ്പിച്ചില്ല. അദ്ദേഹം സീൻ കാര മിസ്റ്റിക്കോ എന്ന് പറയുന്ന റെസ്ലറുടെ മാസ്ക് ഊരുന്നതും അൺമാസ്ക് ചെയ്തുകൊണ്ടുള്ള മിസ്റ്റിക്കോയുടെ മൊമെൻറ്റ്സ് അവിടെ കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ മാസ്ക് എടുത്ത് MJF ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. മെക്സിക്കൻ ഒരു റെസ്ലിങ്ങിൻ്റെ ഒരു ഹിസ്റ്ററി അനുസരിച്ച് മാസ്ക് ഊരുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വലിയ ഒരു മോശമുള്ള ഒരു കാര്യമാണ്. അതാണ് MJF ഇന്ന് ഈ ലൈവായിട്ടുള്ള ഡൈനാമിക് എപ്പിസോഡിൽ ചെയ്തത്. അപ്പോൾ ഇതിനെ ചൊല്ലി ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഷോ ഒക്കെ അവസാനിച്ചതിന് ശേഷം MJF ഹോട്ടൽ റൂമിലേക്ക് പോയപ്പോൾ അവിടെ ഒരു ആരാധകൻ വന്ന് MJFുമായി വാക്കുതർക്കം ഉണ്ടാക്കി. അതും ഈ ഒരു മൊമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ട് വാക്കുതർക്കം ഉണ്ടാക്കിയെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്നാൽ വലിയൊരു പ്രശ്നങ്ങളിലേക്ക് അത് പോയില്ല എന്നുള്ളതും അത് ആ ഒരു പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തും എന്നുള്ള ഒരു അപ്ഡേറ്റുമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ യുവതാരമായ MJF മുൻ AEW വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ MJF അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, ഓരോ സ്ഥലത്തേക്ക് എത്തുമ്പോഴും അവിടുത്തെ കാണികളെ ചൂടാക്കാൻ വേണ്ടി അവിടുത്തെ അവരുടെ പ്രിയപ്പെട്ട റെസ്ലേഴ്സിനെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് MJFനെ പ്രത്യേകിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളത് വ്യക്തമാക്കി തരുന്ന ഒരു ഡൈനാമിക് എപ്പിസോഡ് കൂടിയായിരുന്നു നമുക്ക് ഇന്നത്തെ ഗ്രാൻഡ് സ്ലാം മെക്സിക്കോ എന്ന സ്പെഷ്യൽ എഡിഷനിലൂടെ കാണാൻ സാധിച്ചത്. MJF എന്ന് പറയുന്ന താരത്തിൻ്റെ ക്യാരക്ടറിനോട് മുട്ടാൻ ഇപ്പോൾ പ്രൊഫഷണൽ റെസ്ലിംഗിൽ മറ്റൊരു കഥാപാത്രം ഇല്ല എന്ന് സംശയം പറയാനും സാധിക്കും. അഞ്ചാമത്തെ അപ്ഡേറ്റ് ഡൈനാമിറ്റിൻ്റെ ഗ്രാൻഡ് സ്ലാം മെക്സിക്കോ എന്ന് പറയുന്ന സ്പെഷ്യൽ എഡിഷനിൽ മെഴ്സിഡീസ് മോണി ആ താരത്തിൻ്റെ കൈവശത്തേക്ക് ഒരു ചാമ്പ്യൻഷിപ്പ് കൂടി കരസ്ഥമാക്കുന്നത് കാണാൻ സാധിച്ചു. CMLL എന്ന് പറയുന്ന ഈ കമ്പനിയുടെ CMLLൻ്റെ വുമൻസ് ചാമ്പ്യൻഷിപ്പാണ് ഇന്നത്തെ മത്സരത്തിലൂടെ മെഴ്സിഡീസ് മോണിക്ക് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. മെഴ്സിഡീസ് മോണി ഈ ഒരു വിജയം കൂടി കരസ്ഥമാക്കുമ്പോൾ ഒട്ടനവധി ചാമ്പ്യൻഷിപ്പാണ് മെഴ്സിഡീസ് മോണിയുടെ കൈവശത്തേക്ക് വന്നിട്ടുള്ളത്. എന്തായാലും മെഴ്സിഡീസ് മോണി എന്ന് പറയുന്ന റെസ്ലറിനെ AEW എങ്ങനെയാണ് പുഷ് ചെയ്യുന്നത്, വുമൻസ് ഡിവിഷനിൽ ആർക്കും തൊടാൻ സാധിക്കാത്ത ഒരു റെസ്ലർ എന്നുള്ളൊരു രീതിയിൽ താരത്തെ പുഷ് ചെയ്ത് കൊണ്ടുപോകുന്നത് വുമൻസ് ഡിവിഷന് പോരായ്മകൾ സമ്മാനിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും മെഴ്സിഡീസ് മോണി എന്ന് പറയുന്ന റെസ്ലറിൻ്റെ ആ ഒരു പോപ്പുലാരിറ്റി, ആ താരത്തിൻ്റെ ഒരു പ്രശസ്തി അതിനനുസരിച്ച് മറ്റ് താരങ്ങൾ വരുന്നില്ല എന്നുള്ളതും മെഴ്സിഡീസ് മോണി എന്ന് പറയുന്ന റെസ്ലറിനെ ഈ ചാമ്പ്യൻഷിപ്പുകൾ വിജയിക്കുന്നതിന് മുഖ്യമായിട്ടുള്ള ഒരു കാരണമായി മാറുന്നുണ്ട്. മെഴ്സിഡീസ് മോണി CMLL എന്ന് പറയുന്ന കമ്പനിയുടെ അടുത്ത ഒരു എപ്പിസോഡിൽ തന്നെ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. മെഴ്സിഡീസ് മോണിയുടെ നെക്സ്റ്റ് ബിഗ് മാച്ച് എന്ന് പറയുന്നത് ഓൾ ഇൻ ഷോയിൽ AEW വുമൻസ് ചാമ്പ്യനായ ടോണി സ്ട്രോമിൻ്റെ കൈവശമുള്ള ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യുന്ന ഒരു മത്സരമാണ്. ജൂലൈ 13 ഞായറാഴ്ച രാവിലെ നമുക്ക് യൂറോ സ്പോർട്സ് ചാനലുകളിലൂടെ അത് ലൈവായിട്ടും കാണാൻ സാധിക്കും. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്ന ഒരു അപ്ഡേറ്റ്, സൂപ്പർ താരമായ റോമൻ റെയിൻസ് തിരികെ വരാൻ പോകുന്നു എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഡേറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് നൈറ്റ് ഓഫ് ചാമ്പ്യൻസിന് ശേഷം എന്ന് വേണമെങ്കിലും പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിന് ശേഷം റോമൻ റെയിൻസിൻ്റെ റിട്ടേൺ നടത്താൻ പോകുന്ന മൊമെൻറ്റ് എന്തായിരിക്കുമെന്നാണ് എല്ലാവരും ഇപ്പോൾ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത്. ആ മൊമെൻറ്റ് മറ്റൊന്നുമല്ല, നിലവിലെ മിസ്റ്റർ മണി ഇൻ ദ ബാങ്കായ സെത്ത് റോളിൻസ് വിജയിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേസ് ക്യാഷ് ഇൻ ചെയ്യാൻ പോകുന്ന ഒരു സമയത്ത്
സമയത്ത് അല്ലെങ്കിൽ ക്യാഷ് ഇൻ ചെയ്തതിന് ശേഷമായിരിക്കും റോമൻ റെയിൻസിൻ്റെ ഒരു ഗംഭീര റിട്ടേൺ ഉണ്ടായിരിക്കുക. അതായത് സെത്തിനെ തടയാൻ ഇനി ആരും ബാക്കിയില്ല, സെത്ത് ചാമ്പ്യൻ ആകുമെന്നുള്ളൊരു മുഹൂർത്തം. അത് ജോൺസണിയുടെ കൈവശമുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് ആണെങ്കിലും ഗിന്തറിൻ്റെ കൈവശമുള്ള വേൾഡ് ചാമ്പ്യൻഷിപ്പ് ആണെങ്കിലും ഏത് ചാമ്പ്യൻഷിപ്പിനാണെങ്കിലും സെത്ത് റോളിൻസ് ക്യാഷ് ഇൻ ചെയ്യുന്ന ഒരു സമയത്ത് ക്യാഷ് ഇൻ ചെയ്തതിന് ശേഷമോ റോമൻ റെയിൻസിൻ്റെ ഒരു മാസ് റിട്ടേൺ നമുക്ക് കാണാൻ സാധിക്കും. റോമൻ റെയിൻസിൻ്റെ റിട്ടേൺ വന്ന് സെത്തിനെതിരെയുള്ള മത്സരങ്ങൾക്ക് പിറകെ പോകുന്നതിന് പകരം അവിടെ പങ്കുമായിട്ടുള്ള റോമൻ റെയിൻസിൻ്റെ ആ ഒരു റിലേഷൻഷിപ്പ് അതിന് എന്ത് പ്രാധാന്യമാണ് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് മുഖ്യമായിട്ട് ഈ ഒരു സ്റ്റോറിയിൽ എല്ലാവരും ഒരു കൗതുകത്തോടു കൂടി കാത്തിരിക്കുന്ന ഒരു ചോദ്യം. കാരണം പങ്ക് വേഴ്സസ് റോമൻ ഈ സ്റ്റോറി അവർ എന്തായാലും നടത്തും. അതിന് സെത്ത് റോളിൻസിനെതിരെയുള്ള സ്റ്റോറിയിൽ പങ്കിനും റോമനും തമ്മിലുള്ള ആ ഒരു ഈഗോ ക്ലാഷ് അവർ കൃത്യമായി കാണിക്കും. അതിലുപരി പോൾ ഹേമൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ റോമൻ റെയിൻസ് എടുക്കുന്ന നടപടികൾ, പോൾ ഹേമനെ ഡയറക്റ്റ്ലി ഇപ്പോൾ ഫിസിക്കലായിട്ട് റോമൻ റെയിൻസ് ആക്രമിക്കുന്ന ഒരു മൊമെൻറ്റും റസൽമേനിയ 41 ശേഷം അവർ കാണിച്ചിട്ടില്ല. എന്നാൽ അത്തരത്തിലുള്ള ഒരു മൊമെൻറ്റുകളും റോമൻ റെയിൻസിൻ്റെ റിട്ടേണിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മൊമെൻറ്റ്സിലൂടെയായിരിക്കും റോമൻ റെയിൻസിൻ്റെ റിട്ടേൺ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുക. സെത്ത് ക്യാഷ് ഇൻ ചെയ്യുന്ന ആ ഒരു സമയത്ത് റോമൻ റെയിൻസ് തിരികെ വന്ന് ആ ഒരു ക്യാഷ് ഇൻ അൺസക്സസ്ഫുൾ ആക്കും. എന്നിട്ട് പങ്കിനെയും കൂടി ഇൻവോൾവ് ചെയ്തുകൊണ്ടുള്ള സെത്തിനെതിരെയുള്ള ഒരു മത്സരം നടക്കും. അതിൽ സെത്തും മാറി നിൽക്കുന്ന ഒരു സമയത്ത് പങ്കും റോമൻ തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ്, അതിലൂടെ പങ്ക് വേഴ്സസ് റോമൻ മത്സരം കൂടി കൊണ്ടുപോകും. അത് മിക്കവാറും അടുത്ത ഒരു വർഷത്തേക്കുള്ള ഒരു സ്റ്റോറി ലൈൻ ബിൽഡപ്പ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് റോമൻ്റെ ഇനി തിരികെ വരുന്ന ഒരു സ്റ്റോറി പ്ലാനുകൾ എന്ന് പറയുന്നത്. ജസ്റ്റ് റൂമേഴ്സാണ്, നമുക്ക് ഇത് നടക്കുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടതാണ്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.